ഗാസയുടെ ഇന്നത്തെ സ്ഥിതിഗതി അനുസരിച്ച് നോക്കിയാൽ എത്രയോ മനുഷ്യർ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, കുഞ്ഞു പൈതലുകൾക്ക് മുലയൂട്ടാൻ പാലില്ലാതെ എത്രയോ മനുഷ്യന്മാരുടെ ജീവൻ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെന്ന് മാത്രമല്ല, മൃഗത്തിന്റെ ജീവൻ പോലും അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ചരിത്രങ്ങളിൽ വായിച്ചവരും കേട്ടവരും പഠിച്ചവരുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറ്റിലേക്ക് കല്ല് വെച്ച് കെട്ടി നടന്ന എത്രയോ സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ വായിച്ചവരും കേട്ടവരും മനസ്സിലാക്കിയവരുമാണ്. എന്നാൽ അതേ സ്ഥിതി ഇന്ന് ഗാസയിലുള്ള ജനതകൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരും മിസ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഖുദ്സിന്റെ മണ്ണ് വിട്ട് പിരിയില്ല, എന്ത് നഷ്ടവും അതിനു മേലെയല്ല. കണ്ടില്ലേ, എന്തിന്റെ പേരിലാണ് ഇവർ അട്ടഹസിച്ച് നിലവിളിക്കുന്നത്? എന്തിന്റെ പേരിലാണ് ഇവർ കരയുന്നത്? എന്തിന്റെ പേരിലാണ് ഇവർ അട്ടഹസിക്കുന്നത്? ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടി, ഒരു മുറുക്ക് വെള്ളത്തിന് വേണ്ടി, മുല ഊട്ടാൻ കുഞ്ഞുങ്ങൾക്ക് പാലിന് വേണ്ടിയാണ് ഇവർ അട്ടഹസിച്ച് നിലവിളിച്ച് കരയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ട നിങ്ങളോടും എന്നോടുമാണ് എനിക്ക് പറയാനിരിക്കുന്നത്. ഗാസയുടെ ജനത ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ പൊടിമണ്ണുകളെ വാരിയെടുത്തവർ കഴിക്കുകയാണ്, പച്ച ഇലകളെ അവർ കഴിക്കുകയാണ്. എന്നിരിക്കെ ഇന്ന് നമ്മുടെ നാടുകളിൽ കല്യാണ പന്തലുകളിലേക്ക് പോയി ചെന്നാൽ എത്രയോ വിധത്തിലുള്ള ഭക്ഷണങ്ങളെ നാം തയ്യാർ ചെയ്യുന്നു, എത്രയോ പേരുകളെ വെച്ചുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ നാം തയ്യാർ ചെയ്യുന്നു. കല്യാണ പന്തലുകളിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ എത്രയോ ഭക്ഷണങ്ങൾ അവിടെ ബാക്കിയാകുന്നു. ആ ഭക്ഷണത്തെയെല്ലാം നാം അവസാനം കൊണ്ടുപോയി കളയുന്നത് ഏതെങ്കിലും ഒരു മരച്ചുവട്ടിലാണെങ്കിൽ ഗാസയുടെ പൊന്നുമക്കളുടെ കരച്ചിൽ കേൾക്കാത്ത എൻ്റെ സമുദായത്തോട് എനിക്ക് പറയാനിരിക്കുന്നത്, അതേപോലത്തെ അവസ്ഥ റബ്ബ് നമുക്ക് തരാതിരിക്കൂല എന്ന് പറയാൻ ആർക്കും ഗ്യാരണ്ടിയില്ല. അങ്ങനെങ്ങാനും റബ്ബ് നമുക്ക് തന്നാൽ ഈ തന്ന പരീക്ഷണത്തെ തിരിച്ചു വാങ്ങാൻ ലോകത്തൊരു ഭരണാധികാരിക്കും കഴിയൂല, ഒരു തമ്പുരാക്കന്മാർക്കും കഴിയൂല. എത്ര വലിയ ആളാണെങ്കിലും ആർക്കും റബ്ബ് തന്ന പരീക്ഷണത്തെ തിരിച്ചു വാങ്ങാൻ ഒരു മനുഷ്യനുക്കും കഴിയൂല. അതുകൊണ്ട് ഗാസയുടെ നന്മയ്ക്ക്